പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. അതെ, പവൻ ഗോൾഡ് 6ാം വാർഷികം ആഘോഷിക്കുന്നു. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. ആര്യാടനെ ഒതുക്കാൻ കോൺഗ്രസിൽ പുതിയ കൂട്ടുകെട്ട്. ഗ്രൂപ്പ് വ്യത്യാസം മറന്ന AP അനിൽകുമാറും VV പ്രകാശും ഒന്നിച്ചു. ആര്യാടൻ മുഹമ്മദിനെ കോൺഗ്രസിൽ കൂടുതൽ ദുർബലമാക്കുകയാണ് ലക്ഷ്യം. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൽ പുതിയ സമവാക്യമാണ് ഇതോടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ജില്ലയിൽ ഐ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന AP അനിൽകുമാറും ആര്യാടൻ വിരുദ്ധ പക്ഷത്തുള്ള DCC പ്രസിഡന്റ് കൂടിയായ എ ഗ്രൂപ്പ് നേതാവ് VV പ്രകാശുമായി സ്ഥാപിച്ച ബന്ധമാണ് ജില്ലയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യത്തിന് പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഏറെക്കാലമായി കോൺഗ്രസിന്റെ കടിഞ്ഞാൺ പിടിച്ചിരുന്ന ആര്യാടൻ ലീഗുമായി എന്നും അകൽച്ചയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യാടനെ ദുർബലമാക്കാൻ കിട്ടുന്ന ഒരവസരവും ലീഗ് പാഴാക്കാറുമില്ല. ഇത്തവണയും ലീഗിന്റെ പരോക്ഷ പിന്തുണയോടെയാണ് പ്രകാശും അനിൽകുമാറും ആര്യാടനെതിരെ കൈകോർത്തിട്ടുള്ളത്. ഒരു കാലത്ത് ആര്യാടൻ മുഹമ്മദിന്റെ വിശ്വസ്തനും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായ മുഹമ്മദ് കുഞ്ഞിയാണ് ഇവർക്കിടയിൽ പാലമായി പ്രവർത്തിക്കുന്നത്. നിലമ്പൂർ സീറ്റ് VV പ്രകാശിന് ഉറപ്പിക്കാൻ അവസാന നിമിഷം ചരട് വലിച്ചത് AP അനിൽകുമാർ ആയിരുന്നു. KC വേണുഗോപാലുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് അനിൽകുമാർ ചരട് വലിച്ചത്. ലീഗിന്റെ പരോക്ഷ പിന്തുണയും ഇതിനുണ്ടായിരുന്നു. മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും വിട്ടുനിന്നാൽ വിജയിക്കാൻ കഴിയില്ലെന്ന് നന്നായി അറിയുന്ന ഇവർ മെനഞ്ഞ തന്ത്രമാണ് ആര്യാടൻ ഷൗക്കത്തിനെ DCC പ്രസിഡന്റാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റുക എന്നത്. എന്നാൽ ഇതിലെ അപകടം തിരിച്ചറിയാൻ രാഷ്ട്രീയ ചാണക്യനായ ആര്യാടൻ മുഹമ്മദിനോ ആര്യാടൻ ഷൗക്കത്തിനോ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. DCC ഓഫീസ് അറ്റകുറ്റപ്പണി നടത്താനും ഹൈടെക് ഓഫീസ് ആക്കാനും മാറ്റാനുമുള്ള ശ്രമത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മുഴുകിയ സമയത്താണ് ഇരുട്ടടി പോലെ സ്ഥാനം തെറിച്ചത്. ചതിക്കപ്പെട്ട ആര്യാടന്മാരുടെ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. UDF ഭരണം വന്നാൽ തന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുക എന്നതും ജില്ലയിലെ ആര്യാടൻ മുഹമ്മദിന്റെ മേൽക്കോയ്മ അവസാനിപ്പിച്ച് പാർട്ടി നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കുക എന്നതുമാണ് പുതിയ കൂട്ടുകെട്ടിലൂടെ അനിൽകുമാർ ലക്ഷ്യമിടുന്നത്.